പ്രവാസലോകത്തെ എന്നും വേറിട്ടു നിർത്തുന്നത് കാലഗതിയിൽ ഇടറാത്ത ഹൃദയബന്ധങ്ങളാൽ തീർത്ത സ്നേഹത്തിൻ്റെ മതിലുകൾ തന്നെയാണ്. മനസ്സു തുളുമ്പുന്ന സന്തോഷത്തിലും കാഴ്ച മങ്ങുന്ന വിഷമസന്ധികളിലും എവിടെ നിന്നോ വന്നെത്തി നമുക്ക് പ്രിയപ്പെട്ടവരായ ചിലർ സമ്മാനിക്കുന്ന അപൂർവ നിമിഷങ്ങൾ. ഇത് പ്രവാസലോകത്തിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു. ആ നന്മകളോട് ചേർത്ത് വയ്ക്കാൻ ഒരു മനുഷ്യസ്നേഹിയുടെ കഥ കൂടിയുണ്ട്. മരുഭൂമിയിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ തൻ്റെ നിസ്വാർത്ഥ സേവനം ഒരു ജനതയ്ക്കായി നീക്കിവെച്ച ശ്രീ PV രാധാകൃഷ്ണപിള്ള. മാവേലിക്കരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കുള്ള കാൽവെപ്പ് കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങുന്നു. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയത് മാവേലിക്കരയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് പുത്തൻ ഉണർവ് നൽകിയ കേളി എന്ന സംരംഭത്തിന് തുടക്കമിട്ടുകൊണ്ടായിരുന്നു. മുരളിയെയും നരേന്ദ്രപ്രസാദിനെയും പോലുള്ള പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്ന കേളിയുടെ സ്ഥാപക നേതാവ് അന്നത്തെ 22-കാരനായ രാധാകൃഷ്ണപിള്ളയായിരുന്നു. 1992 പ്രവാസ ജീവിതം ആരംഭിച്ച രാധാകൃഷ്ണപിള്ള ആദ്യകാലത്ത് ബഹ്റിൻ മലയാളി സമൂഹത്തിൽ ഒരു നിശബ്ദ സാന്നിധ്യം മാത്രമായിരുന്നു. പക്ഷേ ഏറെക്കാലം അങ്ങനെ തുടരാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. 2000 സമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോഴേക്കും പൂർണ്ണമായും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞിരുന്നു. മാവേലിക്കര കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ്. ഞാൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പ്രചോദനം നൽകുന്ന തരത്തിലായിരുന്നു. അതാണ് സത്യത്തിൽ അതുതന്നെയാണ് ഈ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം. ജീവിതത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന എന്തിനേയും ആവേശത്തോടെ നിരീക്ഷിക്കാനും പഠിക്കാനുമുള്ള മനസ്സാണ് രാധാകൃഷ്ണപിള്ള എന്ന വ്യക്തിത്വത്തെ പ്രസക്തമാക്കുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മേഖല വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. മാവേലിക്കര ഗവൺമെൻറ് സ്കൂളിലെ ആ പഴയ മലയാളം മീഡിയംകാരന് താൻ പഠിച്ചു വളർന്ന പരിമിതമായ സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്ന ഒരു കുട്ടിക്ക് ഒരു നഗരത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകരുത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സ്കൂളിൽ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയുള്ള ഒരുപാട് കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഞാൻ ശ്രമിച്ചത്. തന്നെയുമല്ല, ഒരു സാധാരണ സർക്കാർ സ്കൂളിലോ ഒരു കമ്മ്യൂണിറ്റി സ്കൂളിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റ് വലിയ വിദ്യാഭ്യാസങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് കുറഞ്ഞ വിദ്യാഭ്യാസമാണ് ലഭിക്കുക എന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ നിലയിലുണ്ട്. അത് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റായി ഞാൻ കരുതുന്നത്. ഇന്ത്യൻ സ്കൂളിൽ 8000-ഓളം കുട്ടികൾ, ഇപ്പോൾ 9000 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം വളരെ ആവറേജായിരുന്നു. പക്ഷേ അത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് മാത്രമല്ല, അവരുടെ സമഗ്ര വ്യക്തിത്വ വികാസം കൂടി വിദ്യാഭ്യാസ ലക്ഷ്യമാണ് എന്നുള്ള തിരിച്ചറിവെനിക്കുണ്ടായി. അതനുസരിച്ചുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഒരാഴ്ചയിൽ 3-4 പീരീഡുകൾ വ്യക്തിത്വ വികാസത്തിനാണ് ഞങ്ങൾ മാറ്റിവെച്ചു. അതുപോലെ തന്നെ ഗൾഫിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻ്റർ ഗൾഫ് യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. കുട്ടികളെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമായി അയച്ചു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്പീച്ച് കണ്ടസ്റ്റ് പോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. എന്തിന് സ്കൂളിന് ISO സർട്ടിഫിക്കേഷൻ, ഗൾഫിൽ ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ആദ്യത്തെ കമ്മ്യൂണിറ്റി സ്കൂളായി ബഹ്റിൻ ഇന്ത്യൻ സ്കൂളിനെ മാറ്റുവാൻ കഴിഞ്ഞു. 2002 ബഹ്റിൻ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ പദവി ഏറ്റെടുക്കുമ്പോൾ മനസ്സിൽ നവീന ആശയങ്ങളുടെ തിരയിളക്കം തന്നെയായിരുന്നു. പിന്നീട് അതൊക്കെയും വളർന്നു വരുന്നൊരു തലമുറയ്ക്കായി ഒരുക്കിവെച്ച് ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ വിശകലനങ്ങളും സാമൂഹ്യ പ്രവർത്തകൻ്റെ ദീർഘവീക്ഷണങ്ങളും സമന്വയിപ്പിച്ച് മാറ്റങ്ങളുടെ മാറ്റിലുമുഴക്കിയ കർമ്മനിരതമായ നീണ്ട 6 വർഷങ്ങൾ. കൾച്ചറൽ രംഗത്ത് കുട്ടികൾക്കുണ്ടായ മാറ്റം അല്ലെങ്കിൽ ഉന്നതി അവരുടെ വിദ്യാഭ്യാസ രംഗത്തും റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. തുടർച്ചയായി 6 വർഷക്കാലം 100% റിസൾട്ടോടുകൂടി ഇന്ത്യൻ സ്കൂളിലെ മാറ്റിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സമാന ചിന്താഗതിക്കാരെ തനിക്കൊപ്പം നിർത്താനും അർഹിക്കുന്ന ഗൗരവത്തോടെ അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാനും എന്നും മനസ്സ് കാണിച്ചിട്ടുള്ള ശ്രീ രാധാകൃഷ്ണപിള്ളയുടെ നിശ്ചയദാർഢ്യവും നേതൃത്വ പാഠവും വേറിട്ടു നിൽക്കുന്നു.
അദ്ദേഹം ചെയർമാനായിരുന്ന ബിൽഡിംഗ് കമ്മിറ്റിയാണ് ലോകത്തെ മുഴുവൻ പ്രവാസി മലയാളികളും അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ബഹ്റിലെ കേരളീയ സമാജത്തിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. ബഹ്റിലെ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒന്നിച്ചിരുന്ന് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉതകുന്ന ഒരു കെട്ടിട സമുച്ചയം വേണം എന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ തന്നെ നമുക്കുണ്ട്. പക്ഷേ അത് ദീർഘകാലമായി ഒരു സ്വപ്നം മാത്രമേ അവശേഷിക്കുകയായിരുന്നു. ഇതിന് നേതൃത്വം നൽകുവാനായി എനിക്ക് ഭാഗ്യം ലഭിച്ചു. സത്യത്തിൽ ഇത് സാധിക്കും എന്നുള്ളത് ആരും വിചാരിച്ചിരുന്നില്ല. ബഹ്റിൽ നിന്ന് മാത്രം ഇതിൻ്റെ ഫിനാൻസ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ 2000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം, 4-5 മിനി കോൺഫറൻസ് ഹാളുകൾ, ഒരു ലൈബ്രറി, ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. ഇത് സാധിക്കണമെങ്കിൽ അതിന് 10-12 കോടി രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ബഹ്റിൽ നിന്ന് മാത്രമായി ഈ പൈസ സമ്പാദിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതിന് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും കോൺടാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ബഹ്റിൽ നിന്ന് പുറത്തുള്ള വ്യവസായ പ്രമുഖരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സഹായത്തോടുകൂടി ഏതാണ്ട് 3 വർഷം കൊണ്ട് ഈ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് വലിയ അച്ചീവ്മെൻ്റായി ഞാൻ കരുതുന്നു. കേരളത്തിലെ രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക നായകന്മാരുമായുള്ള തൻ്റെ ബന്ധം ബഹ്റിൻ മലയാളി സമൂഹത്തിനു കൂടി പ്രയോജനപ്രദമാക്കി വളർന്നുവരുന്ന യുവ പ്രതിഭകൾക്ക് ഒരു വലിയ പ്രചോദനമായിക്കൊണ്ട് നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരള സംഗീത, സാഹിത്യ, നാടക, ഫോക്ലോർ അക്കാദമികളുടെ ഭാരതത്തിന് പുറത്തുള്ള ആദ്യ കേന്ദ്രമായി സമാജം തിരഞ്ഞെടുക്കപ്പെട്ടു. സമാജം അംഗങ്ങളുടെ ഫാമിലി വെൽഫെയർ സ്കീം ആവിഷ്കരിച്ചതിന് പിന്നിലും രാധാകൃഷ്ണപിള്ള എന്ന കൾച്ചറൽ ആക്ടിവിസ്റ്റിൻ്റെ ദീർഘവീക്ഷണം തന്നെയായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്, ആ സാഹചര്യത്തിനനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ ആ സാഹചര്യത്തിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ സാംസ്കാരിക പ്രവർത്തനം. അർഹിക്കുന്ന അംഗീകാരങ്ങൾ അതല്പം വൈകിയാലും യഥാർത്ഥ അവകാശിയെ തേടിയെത്തുക തന്നെ ചെയ്യും എന്ന് പറയാറുള്ളത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഭാരത സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രവാസി പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാൻ ഒടുവിൽ അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നു. The Pravasi Bharatiya Samman Award is the highest honor conferred on overseas Indians. It is conferred by the President of India on a non-resident Indian, person of Indian origin, or an organization or an institution established and run by the non-resident Indian or person of Indian origin, who has made a significant contribution in any one of the following: better understanding of India abroad, support to India's causes and concerns in a tangible way, building closer links between India and the overseas community, social and humanitarian causes, welfare of the local Indian community, philanthropic and charitable work, eminence in one's field or outstanding work which has enhanced India's prestige, and eminence in skill which has enhanced India's prestige in that country. Our next award winner, Mr. P.V. Radhakrishna Pillai, in his capacity as Honorary Secretary of the Bahrain Keraliya Samajam, Mr. Pillai was instrumental in tapping into the vast cultural traditions of India, bringing Indian art, music, dance, theatre and cinema to expatriates living in Bahrain. During his 6-year chairmanship of the Indian School Bahrain, he not only raised the profile of the large Indian community, but also was instrumental in building new academic blocks. He's made significant contributions to the welfare of Indians working abroad, and he is involved in innumerable social causes. He's recognized for his outstanding contribution
to the Indian community, Mr. P.V. Radhakrishna Pillai. അംഗീകാരങ്ങൾ ഓരോന്നായി കടന്നു വരുമ്പോഴും അതെല്ലാം എന്നും തനിക്ക് പ്രേരണയും പ്രചോദനവുമായിരുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ സ്നേഹാദരങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച് കർമ്മപഥങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ബെഹ്റിൻ്റെ സാംസ്കാരിക മേഖലകളിൽ ഒരു നിറസാന്നിധ്യമാകുമ്പോഴും ഈ തിരക്കുകളിൽ പരിഭവങ്ങൾ ഏതുമില്ലാതെ തന്നോടൊപ്പം നിൽക്കുന്ന സ്വന്തം കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ പ്രോത്സാഹനമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഭാര്യ ലതയ്ക്കും മക്കളായ രാധികയ്ക്കും രഞ്ജിനിക്കും അതൊരു സ്വകാര്യ അഭിമാനവും. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളായ ഭാരതീയർക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകി വരുന്ന പരമോന്നത പുരസ്കാരമായ പ്രവാസി ഭാരതീയ സമ്മാനം എനിക്ക് നൽകിയത് ഒരു വലിയ ബഹുമതിയായി ഞാൻ കരുതുന്നു. ഇത് എന്നെപ്പോലെ പൊതുപ്രവർത്തനം നടത്തുന്ന നിസ്വാർത്ഥനായ ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കുള്ള ഒരു ബഹുമതിയായി ഞാൻ കരുതുന്നു. ഇത് കുറേ കൂടി കർബോത്സുകനായി മാറുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. 2 പതിറ്റാണ്ടുകളായി ബഹ്റിൻ പ്രവാസി സമൂഹത്തിൻ്റെ ശബ്ദമായി വർത്തിക്കുന്ന ഈ വലിയ മനുഷ്യസ്നേഹിക്ക് ബഹ്റിൻ മലയാളികളുടെ സ്നേഹാദരങ്ങൾ.